നമസ്കാരം. ജീവിതത്തിൽ മനോഹരമായ പ്രേമം എന്ന രണ്ടക്ഷരം, അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി ജീവിക്കാൻ കൊതിക്കുകയും തുടരെ വഞ്ചിക്കപ്പെടുകയും ചെയ്ത സിനിമാ രംഗത്തുള്ള ഒരാളെ പറയാൻ പറഞ്ഞാൽ നിസ്സംശയം ഞാൻ പറയും അത് ശ്രീവിദ്യയാണ്. കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഒക്ടോബർ 19 ശ്രീവിദ്യ ഈ ലോകം വിട്ടുപോയിട്ട് 15 വർഷമായി. 2006 ഒക്ടോബർ 19 അവർ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ അർബുദ രോഗബാധയായി മരണത്തോട് മല്ലടിച്ച് ഈ ലോകം വിട്ടുപോയത്. തമിഴ് ഹാസ്യ നടനായിരുന്ന R കൃഷ്ണമൂർത്തിയുടെയും പ്രശസ്ത ഗായിക സംഗീതജ്ഞ ML വസന്തകുമാരിയുടെയും രണ്ടാമത്തെ കുട്ടിയായി, മൂത്തതൊരു ആൺകുട്ടിയാണ് ശങ്കരരാമൻ, രണ്ടാമത്തെ കുട്ടിയായി ശ്രീവിദ്യ ജനിച്ചു. 1953 ജൂലൈ 24 13-ാം വയസ്സിൽ തിരുവുൾ ചൊൽവർ എന്ന് പറഞ്ഞ തമിഴ് സിനിമയിലാണ് അവരാദ്യമായിട്ട് അഭിനയിച്ചത്. മലയാളത്തിലാണെങ്കിൽ അമ്പലപ്രാവ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു നൃത്തരംഗത്തിൽ അവർ അഭിനയിച്ചിരുന്നു. അവരാദ്യമായി നായികയാവുന്നത് 1969 N ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചട്ടമ്പി കവല എന്ന് പറഞ്ഞ സിനിമയിൽ സത്യമാഷിൻ്റെ നായികയായിട്ടായിരുന്നു. നടി പത്മിനിയുടെ വീടുമായി വളരെ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ജ്യേഷ്ഠാനുജ ബന്ധമായിരുന്നു ശ്രീവിദ്യയ്ക്ക്. അമ്മ സംഗീതവുമായി ലോകം മുഴുവൻ ചുറ്റി നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രീവിദ്യയുടെ ബാല്യം മുഴുവൻ ലളിത പത്മിനി രാഗിണിമാരുടെ മദ്രാസിലെ വീട്ടിലായിരുന്നു എന്ന് പറയാം. ഒരു ദിവസം പത്മിനിയെ കാണാനായി സംവിധായകൻ AP നാഗരാജൻ പത്മിനിയുടെ വീട്ടിൽ വരുമ്പോൾ സ്കൂൾ യൂണിഫോം ഇട്ട ഒരു സുന്ദരി കുട്ടി നിൽക്കുന്നു. വലിയ വിടർന്ന കണ്ണൊക്കെയുള്ള ഒരു കുട്ടി നിൽക്കുന്നു. ആരാ ഈ കുട്ടി എന്ന് പത്മിനിയോട് ചോദിച്ചു. ഇവള് ML വസന്തകുമാരി എന്ന് പറഞ്ഞ വസന്തമ്മയുടെ മകളാണ് ശ്രീവിദ്യ. ஆனால் ഇവളെ സിനിമയിൽ അഭിനയിപ്പിക്കണം, ഇവൾക്ക് സിനിമയോട് ഭയങ്കര പാഷനാണ്, ഇവളെ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. 1962 തന്നെ ഇത് ഈ AP നാഗരാജൻ കാണുന്നതിന് 2 വർഷം മുമ്പ് നെഞ്ചിലൊരാലയം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാനായി അവസരം കിട്ടിയതാണ്. പക്ഷേ ആ കിട്ടിയ കഥാപാത്രം ഇടയ്ക്ക് വെച്ച് മരിക്കുന്ന കഥാപാത്രമായതുകൊണ്ട് ശ്രീവിദ്യ മരിക്കുന്ന ഒരു വേഷത്തിൽ അഭിനയിപ്പിക്കാൻ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നെഞ്ചിലൊരാലയത്തിൽ തുടക്കം കുറിക്കാത്തത്. ഇവർക്ക് 10-17 വയസ്സായോ എന്ന് സംവിധായകൻ ചോദിച്ചു. AP നാഗരാജൻ ചോദിച്ചു. ഇല്ല, 13 വയസ്സേ ആയിട്ടുള്ളൂ. അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ടു വന്ന ശ്രീവിദ്യയെ പത്മിനി തിരുവുൾ ചൊൽവറുടെ സെറ്റിൽ കൊണ്ടുപോയി. അവിടെ ശിവാജി ഗണേശൻ ഒരു സ്ക്രീനിൽ, ഒരു സ്റ്റേജിൽ കാണുന്ന ഒരു നൃത്തരംഗം കാണുന്ന ഒരു സീനുണ്ട്. ആ നൃത്തരംഗത്തിൽ തെലുങ്കിൽ നിന്ന് വന്ന ഒരു പയ്യനും അവൻ ശിവനായിട്ടും ശ്രീവിദ്യ പാർവതിയായിട്ടും നൃത്തമാടി. അങ്ങനെയാണ് ആദ്യമായി സിനിമയിലേക്ക് ശ്രീവിദ്യ വരുന്നത്. സംവിധായകൻ സ്റ്റാർട്ട് പറഞ്ഞപ്പോൾ ഒരു ലൈറ്റ് പൊടാന്ന് താഴെ വീണ് പൊട്ടിച്ചിതറി. ആ ലൈറ്റൊക്കെ മാറ്റി അടുത്ത ലൈറ്റൊക്കെ വെച്ച് വീണ്ടും സ്റ്റാർട്ട് പറഞ്ഞപ്പോൾ കുടിക്കാൻ വെള്ളം കൊണ്ടുപോയ ശ്രീവിദ്യയുടെ ഫ്ലാസ്ക് മേശപ്പുറത്തും താഴെ വീണ് പൊട്ടി. ശരിക്കും സിനിമയിൽ ഇതൊക്കെ വളരെ അപശകുനങ്ങളാണ്. സിനിമയിൽ എപ്പോഴും പറയും, അയ്യോ തുടക്കം തന്നെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയും. മലയാള ഉച്ചാരണം ശ്രീവിദ്യ പഠിപ്പിച്ചത് തെക്കുറിശി സുകുമാരൻ നായരാണ്. ചട്ടമ്പി കവലയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ സത്യമാഷ് ശ്രീവിദ്യയോട് ചോദിച്ചു, നിനക്ക് ഈ 2 വലിയ കണ്ണുകൾ ദൈവം എന്തിനാ തന്നേ? നിന്റെ കണ്ണുകൾ നീ പ്രയോജനപ്പെടുത്തുന്നില്ല. ഒരാളെ കണ്ണുകൊണ്ട് നോക്കുന്നതും ഒരാളെ മുഖം കൊണ്ട് നോക്കുന്നതും രണ്ടാണ്. നിനക്ക് ഇത്രയും വലിയ കണ്ണുള്ളതുകൊണ്ട് ആ കണ്ണിനെ നീ പ്രയോജനപ്പെടുത്തണം. കണ്ണുകൊണ്ട് നോക്കിയാൽ അതിൻ്റെ അർത്ഥതലങ്ങൾ സിനിമയിൽ വലുതാണ്. സത്യമാഷ് പറഞ്ഞു കൊടുത്ത ആ ഉപദേശം മരിക്കുന്നതുവരെയും ശ്രീവിദ്യ പ്രാവർത്തികമാക്കിയിരുന്നു എന്ന് അവരുടെ ഓരോ സിനിമയിലെയും നമുക്ക് ക്ലോസപ്പുകൾ കണ്ടാൽ അറിയാം. അവരുടെ കഥ പറയുന്ന ആ കണ്ണുകൾ, അവരുടെ നോട്ടം കൊണ്ട്, അല്ലെങ്കിൽ ആ പുരിയവും കണ്ണുമുള്ള അസാധാരണമായ പ്രകടനം കൊണ്ട് ഒരുപാട് സിനിമകളിൽ അവർ ഭാവപ്രകടനം നടത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ഒരു ബാല്യമായിരുന്നു ശ്രീവിദ്യയുടെ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന സംഗീതജ്ഞയായിരുന്നു ML വസന്തകുമാരി. അച്ഛനാണെങ്കിൽ അറിയപ്പെടുന്ന തമിഴ് കോമഡി നടനും. ശ്രീവിദ്യ ജനിച്ച വർഷം മുഖത്തിൻ്റെ പേശികൾക്ക് എന്തോ ഒരു ക്ഷതം വന്നിട്ട് കൃഷ്ണമൂർത്തി അഭിനയം നിർത്തി. അദ്ദേഹം പിന്നെ വസന്തകുമാരിയുടെ കൂടെ പ്രോഗ്രാമുകൾക്ക് പോകുന്ന ഒരു മാനേജറെ പോലെ കൂടെ പോകുന്ന, ഭാര്യയോടൊപ്പം പോകുന്ന ഒരാളായി ഒതുങ്ങി. ശരിക്കും പറഞ്ഞാൽ ശ്രീവിദ്യയ്ക്ക് കുട്ടിക്കാലത്ത് മുലപ്പാൽ പോലും ആവശ്യത്തിന് കിട്ടിയിരുന്നില്ല. കാരണം അമ്മ വീട്ടിലുണ്ടാവില്ല. അവരുടെ മുത്തശ്ശിയോ
അല്ലെങ്കിൽ അപ്പുറത്ത് ലളിതപത്നി രാഗിണിമാരുടെ വീട്ടിലോ ഒക്കെയാണ് ശ്രീവിദ്യയുടെ ബാല്യം കടന്നുപോയത്. അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു അനാഥത്വം വന്നു എന്ന് പറഞ്ഞാൽ ബാല്യത്തിൽ മാത്രമല്ല മരിക്കുന്നതുവരെയും അവരെ ആ അനാഥത്വം പിടികൂടിയിരുന്നു എന്ന് പറയാം. അങ്ങനത്തെ ഒരു ഹതഭാഗ്യയായിരുന്നു ശ്രീവിദ്യ. അച്ഛൻ ആരോഗ്യ പ്രശ്നങ്ങളാൽ കിടപ്പിലായി. കുടുംബഭാരം മുഴുവൻ അമ്മയുടെ ചുമലിലായി. ഇതിനിടയിലാണ് അവർക്ക് വസന്തകുമാരിക്ക് ഒരു ആക്സിഡൻറ്റിൽ പരിക്കുപറ്റി. അങ്ങനെ അവരും സംഗീതത്തിന് കച്ചേരിക്കൊന്നും പോകാൻ പറ്റാതെ വീട്ടിൽ തളയ്ക്കപ്പെട്ടു. ഒരുപാട് പ്രശ്നങ്ങളായി. ഇതിനിടയ്ക്ക് സ്വന്തമായി അവരൊരു വീട് വെച്ചു. ആ വീട് വെച്ചതിൽ ഒരുപാട് സാമ്പത്തിക ക്രൈസിസായി. വീട് വയ്ക്കാൻ സഹായിച്ച അല്ലെങ്കിൽ പണി ചെയ്ത ആൾക്കാർ വന്ന് വീട്ടിൽ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. നിസ്സംഗനായി കേട്ടുകൊണ്ട് മിണ്ടാതെ കിടക്കുമായിരുന്നു അച്ഛൻ. അമ്മയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്താക്കുഴപ്പത്തിൽ അവർ നിൽക്കുന്നു. അങ്ങനെ വന്നപ്പോൾ വീട്ടുകാര്യങ്ങൾ നോക്കാനായി സിനിമ ഒരു ജീവിത വ്രതമാക്കേണ്ട അവസ്ഥയായി ശ്രീവിദ്യയ്ക്ക്. അങ്ങനെ സാഹചര്യങ്ങൾ ശ്രീവിദ്യയെ എന്താ പറയുക ഒരു സിനിമ നടിയാക്കി മാറ്റി. ദിനമണിക്കഥർ എന്ന് പറഞ്ഞ തമിഴ് വാരികയിൽ ശ്രീവിദ്യയുടെ ഒരു മുഖം അക്കാലത്ത് അടിച്ചു വന്നു. സിനിമയിൽ വന്നു തുടങ്ങിയ സമയം ആ ഫോട്ടോ കണ്ടിട്ട് അമേരിക്കയിലെ സയൻറ്റിസ്റ്റായ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ഇവർ വിവാഹം ആലോചിച്ചു വന്നു. അമേരിക്കയിലെ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, വലിയ പൊസിഷനിലായിരിക്കുമല്ലോ. ശ്രീവിദ്യയ്ക്കും ആ ചെറുപ്പക്കാരന് ഇഷ്ടമായി. പക്ഷേ അമ്മ പറഞ്ഞു, വിദ്യ, നമുക്കിപ്പോൾ നല്ല കടമുണ്ട്, അമ്മയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, ഒറ്റയ്ക്ക് തുഴയാനാകില്ല എനിക്ക്. എൻ്റെ മോൾ അമ്മയ്ക്കായി ഒരു ത്യാഗം ചെയ്യണം. ഈ വിവാഹം ഒരു 3-4 വർഷം മാറ്റിവെക്കാൻ ആ ചെറുപ്പക്കാരനോട് പറ. അമ്മ പറഞ്ഞ കാര്യങ്ങൾ ശ്രീവിദ്യ ആ യുവാവിനോട് പറഞ്ഞു. പക്ഷെ അയാൾക്ക് 3-4 വർഷം കാത്തു നിൽക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. അങ്ങനെ അവർ ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം 1976 അമേരിക്കയിൽ ഒരു സ്റ്റേജ് ഷോയ്ക്കും നൃത്ത പരിപാടിക്കുമൊക്കെ ആയി വസന്തകുമാരിയോടൊപ്പം ശ്രീവിദ്യ അമേരിക്കയിലെത്തിയപ്പോൾ യാദൃച്ഛികമായി തന്നെ പെണ്ണാലോചിച്ച ആ ചെറുപ്പക്കാരനെ അവിടെ വെച്ച് കണ്ടു. അപ്പോഴത്തേക്ക് അയാൾക്ക് വേറെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുമായി. അപ്പോൾ അയാളെ കണ്ടപ്പോൾ അമ്മയോട് ശ്രീവിദ്യ പറഞ്ഞു, അന്ന് എന്നെ ആലോചിച്ച ആളാണെന്ന് പറഞ്ഞു. അയാളെ പോയി കാണുന്നു വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ശ്രീവിദ്യ കാര്യമാക്കിയില്ല. അവർ നേരെ പോയി ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചു. എന്നെ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, 3 വർഷക്കാലം കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ വന്നിട്ട് ഇപ്പോൾ വർഷം എത്രയായി, എന്നിട്ട് നിങ്ങൾ ഇതുവരെയും കല്യാണം കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ശ്രീവിദ്യ പറഞ്ഞു, ഞാൻ താങ്കളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ, ഒരു നല്ല ഭാര്യയും ഒരു നല്ല കുട്ടിയുമൊക്കെ നിങ്ങൾക്കായില്ലേ, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. അത്രയും പറഞ്ഞ് ശ്രീവിദ്യ അവിടുന്ന് പൊക്കളഞ്ഞു. ഈ സമയത്ത് സിനിമാ രംഗത്ത് ശ്രീവിദ്യയ്ക്ക് ഒരു നടനുമായി പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രണയമുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ സാക്ഷാൽ കമൽഹാസൻ. കമൽഹാസനുമായി അടുത്ത സ്നേഹബന്ധമായിരുന്നില്ല, പ്രേമമായിരുന്നു അവർക്ക്. എവിടെയോ വെച്ച് കമൽ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ കമൽഹാസനെ നിങ്ങൾക്കറിയാമല്ലോ, ശ്രീവിദ്യയോടുള്ളപ്പോൾ തന്നെ ശ്രീദേവിയോട് അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ പല നായികമാരോടും അടുപ്പമുണ്ടായിരുന്ന ഒരാളായിരുന്നു. അത്ര ഏതോ ഒരു പ്രശ്നം വെച്ച് കമലുമായിട്ടൊന്ന് തെറ്റി ശ്രീവിദ്യ. തെറ്റി ഒരു 2-3-4 ദിവസം കഴിയുമ്പോഴറിയുന്നു നർത്തകിയും സിനിമാ നടിയുമൊക്കെ ആയ വാണി ഗണപതിയെ കമൽഹാസൻ കല്യാണം കഴിക്കുന്നു. ശരിക്കു പറഞ്ഞാൽ ശ്രീവിദ്യയ്ക്ക് ജീവിതത്തിലേറ്റ ഏറ്റവും വലിയ ഷോക്കായിരുന്നു അത്. കമൽഹാസൻ എന്ന് പറഞ്ഞ പ്രേമഭാജനം എന്നെ പാതി വഴിയിലിട്ടിട്ട് പോകുമെന്ന് അവരൊരിക്കലും കരുതിയതല്ല. പക്ഷേ കമൽഹാസൻ വാണി ഗണപതിയെ കല്യാണം കഴിച്ചു. ഇതിനിടയിലാണ് നമ്മുടെ കലാസംവിധായകനായി തുടങ്ങി സംവിധായകനായി മാറിയ ഭരതനുമായി അടുത്ത പ്രണയം തുടങ്ങുന്നത്. ശ്രീവിദ്യയ്ക്ക് ഒരുപാട് പേരോട് പ്രണയമുണ്ടായിരുന്നു. യേശുദാസിനോട് പ്രണയമുണ്ടായിരുന്നു, ചിത്രകാരൻ നമ്പൂതിരിയോട് പ്രണയമുണ്ടായിരുന്നു. ഒരുപാട് പേരെ മനസ്സുകൊണ്ട് പ്രണയിച്ച പ്രണയാതുരമായ ഒരു മനസ്സായിരുന്നു ശ്രീവിദ്യയുടെ. ഭരതനുമായി പ്രണയം മാത്രമല്ല, അവർ എല്ലാ തരത്തിലും ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ശാരീരികമായും മാനസികമായും ഒരുപാട് അടുത്തവരായിരുന്നു ഭരതനും ശ്രീവിദ്യയും. എവിടെയോ വച്ച് ഭരതനുമായും തെറ്റി. അങ്ങനെ ഭരതൻ എന്താ പറയുക, KPSC ലളിതയെ കല്യാണം കഴിച്ചു. KPSC ലളിതയാണെങ്കിൽ ശ്രീവിദ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. ശ്രീവിദ്യയ്ക്ക് ഭരതനുമായി പ്രണയമുണ്ടെന്നും അവർ തമ്മിൽ എല്ലാ തരത്തിലും ഒന്നിച്ചിട്ടുണ്ടെന്നും എല്ലാം അറിയാവുന്ന ആളായിരുന്നു KPSC ലളിത. ആ KPSC ലളിതയെ ഭരതൻ കല്യാണം കഴിച്ചു. അതും കണ്ടു നിൽക്കേണ്ടി വന്നു ശ്രീവിദ്യയ്ക്ക്. ഒരു അതിർവരമ്പുമില്ലാതെ പ്രണയിച്ച
കമൽ പോയതിനേക്കാൾ വേദനിപ്പിച്ചു ഭരതൻ ലളിതയെ കല്യാണം കഴിച്ചപ്പോൾ. ഭരതന് ലളിതയിലുണ്ടായ മകൻ സിദ്ധാർത്ഥിനെ എനിക്ക് മോനെ പോലെ വളർത്താൻ തരുമോ എന്ന് ചോദിച്ച ഹതഭാഗ്യയാണ് ശ്രീവിദ്യ. 20 വയസ്സുള്ളപ്പോൾ സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ റാണിചന്ദ്രയുടെ അമ്മയായിട്ട് അഭിനയിച്ച ചങ്കൂറ്റം കാണിച്ച നടിയാണ് ശ്രീവിദ്യ. അവർക്ക് വേഷങ്ങൾ ഏതാണ്, പ്രായം എന്താണ്, അതൊന്നും ശ്രീവിദ്യയ്ക്ക് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. കാമുകനായിരുന്ന കമലഹാസന്റെ അപൂർവ സഹോദരങ്ങൾ എന്നൊരു പടത്തിൽ കമലഹാസന്റെ അമ്മയായിട്ട് അഭിനയിച്ചു. അപ്പോൾ അതുപോലെയാണ് സപ്തസ്വരങ്ങൾ എന്ന പടത്തിൽ 20 വയസ്സുള്ളപ്പോൾ റാണിചന്ദ്രയുടെ അമ്മയായിട്ട് അഭിനയിച്ച പരിചയം അവർക്കുണ്ട്. അതുപോലെ രജനീകാന്തിൻ്റെ അമ്മയായിട്ട് ദളപതിയിൽ അഭിനയിച്ചു. അപൂർവ രാഗങ്ങൾ എന്ന് പറഞ്ഞ ബാലചന്ദ്രൻ്റെ പടത്തിൽ കമൽഹാസനും രജനീകാന്തുമാണ് പ്രധാന വേഷക്കാർ. ഇവരുടെ നായികയായിട്ട് അഭിനയിച്ച ശ്രീവിദ്യ അപൂർവ സഹോദരങ്ങളിൽ കമൽഹാസൻ്റെ അമ്മയായി, ദളപതിയിൽ രജനീകാന്തിൻ്റെ അമ്മയായി. അങ്ങനെ അപൂർവ രാഗങ്ങൾ കഴിഞ്ഞ് ഒരു 10 വർഷം കഴിഞ്ഞ് കെ ബാലചന്ദ്രൻ വിളിച്ചു പുന്നകി മന്നൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ. അതിൽ കമൽഹാസൻ ഡബിൾ റോളാണ്. അതിൽ അച്ഛൻ കമൽഹാസൻ്റെ ജോഡിയായിട്ട് ശ്രീവിദ്യയും ചെറുപ്പക്കാരൻ്റെ ജോഡിയായിട്ട് നമ്മുടെ ഇവരുമായിരുന്നു, രേവതിയുമായിരുന്നു. അതേ സമയത്ത് തന്നെ ശ്രീവിദ്യ കൗണ്ടമണിയുടെ നായികയായിട്ടും ഒരു പടത്തിൽ അഭിനയിക്കുന്നത്. ബാലചന്ദ്രൻ ചോദിച്ചേ, നീ നിനക്ക് നാണമില്ല, നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? കമൽഹാസൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്ന അതേ സമയത്ത് കയറി കൗണ്ടമണിയുടെ നായികയാവുന്നു. എനിക്ക് അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല, നല്ല വേഷങ്ങൾ ആര് തന്നാലും ആരോടൊപ്പം ആയാലും ഞാൻ അഭിനയിക്കും, എനിക്ക് ഇമേജ് ഒരു പ്രശ്നമല്ല എന്നാണ് ബാലചന്ദ്രനോട് ശ്രീവിദ്യ പറഞ്ഞത്. ഭാഗ്യത്തിന് പുന്നകി മന്നനും 100-150 ദിവസം ഓടി, ഈ കൗണ്ടമണിയുടെ പടവും 100-150 ദിവസം ഓടി. മലയാളത്തിൽ ഏറ്റവും പൊരുത്തമുള്ള ജോഡി മധുസാറുമായിട്ടായിരുന്നു. മധുസാറിൻ്റെ നായികയായിട്ടാണ് ശ്രീവിദ്യ ഏറ്റവും കൂടുതൽ ശോഭിച്ചത്. മധു സംവിധാനം ചെയ്ത തീക്കനിലാണ് അവരെ ജീവിതത്തിൽ ഒരു ദുരന്തം കൊണ്ടുവന്ന് ഇട്ടത്. തീക്കനിൽ BG നായർ എന്ന് പറഞ്ഞ ഒരു ചിട്ടിക്കമ്പനി ഉടമയായിരുന്നു നിർമ്മാതാവ്. പക്ഷെ അദ്ദേഹം പിക്ചറിൽ വന്നിട്ടില്ല. അവിടെ വന്നത് ജോർജ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. സുമുഖനായ, നല്ല സൗന്ദര്യമുള്ള, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന, ദിവസവും ഓരോ കളർ കാറുകളിൽ ലൊക്കേഷനിലേക്ക് വരുന്ന ജോർജിനെ ശ്രീവിദ്യക്ക് ഇഷ്ടപ്പെട്ടു. ജോർജിനെ ഭ്രമിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ ഇവൻ ബിനാമിയാണെന്നും ചതിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും മധുസാറ് തന്നെ പറഞ്ഞു എന്നാണ് എനിക്കറിയാവുന്നത്. മധുസാറിനോട് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ശ്രീവിദ്യ തെറ്റിദ്ധരിച്ചു മധുസാറിനെ. എൻ്റെ ഈ വിവാഹം നടക്കാതിരിക്കാൻ മധുസാർ കള്ളം പറയുന്നതാണെന്ന് വിചാരിച്ച് അവർ പിണങ്ങി. അങ്ങനെ ജോർജിനെ, തീക്കനലിൻ്റെ നിർമ്മാതാവ് ഇയാളാണ് എന്ന് പറഞ്ഞ് ഈ ബിനാമിയായിട്ട് വന്ന ജോർജിനെ അവർ കല്യാണം കഴിഞ്ഞെടുത്ത് നിന്നാണ് ശ്രീവിദ്യയുടെ ദുരന്തം ആരംഭിക്കുന്നത്. എന്തു പറയാൻ പറ്റും? കല്യാണം കഴിഞ്ഞു, ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അവർ കരുതിയത് കല്യാണത്തോടുകൂടി സിനിമയൊക്കെ അവസാനിപ്പിച്ച് ഒരു നല്ല കുടുംബിനിയെ ജീവിക്കണമെന്ന് സ്വപ്നം കണ്ട ആളായിരുന്നു ശ്രീവിദ്യ. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അയാൾ കാണുന്നവർക്കെല്ലാം കാൾ ഷീറ്റ് എഴുതി കൊടുത്തു തുടങ്ങി. എല്ലാവരും ഇന്ന് അഡ്വാൻസ് വാങ്ങുകയാണ്. എന്നിട്ട് ഇല്ലാത്ത ഡേറ്റുകൾ വരെ ചോദിക്കുന്നവർക്ക് എഴുതി കൊടുത്ത് ശ്രീവിദ്യയെ ശരിക്കും പറഞ്ഞ കെണിയിലാക്കി ഈ ജോർജ്. ഗർഭിണിയായിരിക്കുമ്പോൾ അത് അബോർട്ട് ചെയ്യിച്ചു, നിർബന്ധപൂർവ്വം അബോർട്ട് ചെയ്യിച്ചു ഇയാൾ. പിന്നെ ശ്രീവിദ്യയ്ക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അവരുടെ ജീവിതത്തിൽ എപ്പോഴും അതൊരു ദുരന്തമായിരുന്നു. അങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾക്കൊടുവിൽ അന്യമതസ്ഥനെ കെട്ടിയതുകൊണ്ട് ബ്രാഹ്മണ സമുദായത്തിൽ പിറന്ന ശ്രീവിദ്യ വീട്ടിൽ നിന്നും പുറത്താക്കി. അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു അനാഥയാവുകയും അവർ ലക്ഷങ്ങൾ മുടക്കി വെച്ച മണികർമ്മത്തിൽ നിന്ന് ഒരു സന്ധ്യയ്ക്ക് ഇയാൾ ഇറക്കി വിട്ടു ശ്രീവിദ്യയെ. അങ്ങനെ റോഡിൽ അനാഥയായി നിൽക്കുന്നവരെ സത്യരാജാണോ വിജയകാന്താണോ എന്ന് പറഞ്ഞു, ആരോ ഒരാളാണ് രാത്രി വന്ന് ഈ വിവരം അറിഞ്ഞു വന്ന് അവരെ വിളിച്ചുകൊണ്ട് പോയി ഒരു വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചത്. അങ്ങനെ ദുരന്തത്തിലായിപ്പോയി അവർ. പിന്നെ ആ സ്വന്തം വീടും ലക്ഷക്കണക്കിന് രൂപയും കിട്ടാനായിട്ട് നിയമ പോരാട്ടം നടത്തുകയും ഹൈക്കോടതി ഈ ജോർജിന് അനുകൂലമായി വിധിക്കുകയും ഇതിനിടയിൽ ഗുണ്ടകളെ വെച്ച് ഇവരെ കൊല്ലാൻ ശ്രമിക്കുകയും അവസാനം സുപ്രീം കോടതി വരെ പോയി വർഷങ്ങളോളം കേസ് പറഞ്ഞാണ് ശ്രീവിദ്യയ്ക്ക് വീടും വകകളുമൊക്കെ തിരിച്ചു കിട്ടിയത്. ഇപ്പോൾ ജോർജ് മീനാ മേനോൻ എന്ന് പറഞ്ഞ് ബക്കറിൻ്റെ ചാരത്തിലൊക്കെ അഭിനയിച്ച മീനാ മേനോനുമായിട്ട് കല്യാണം കഴിച്ച് മദ്രാസിൽ ഇവിടെ താമസമുണ്ട്. അയാൾ ഈ സ്ത്രീയോട്, ഈ പാവപ്പെട്ട സ്ത്രീയോട് കാണിച്ച കൊള്ളരുതായ്മകളുടെ കഥകൾ കേൾക്കുമ്പോൾ അവരോടൊപ്പം അക്കാലത്ത് സഹകരിച്ചിരുന്നവർ പറയുന്ന ക്രൂരമായ, ഇയാളൊരു സാഡിസ്റ്റിനെ പോലെ ശ്രീവിദ്യയോട് പെരുമാറിയിരുന്ന കഥകൾ കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസം നമുക്ക് തോന്നും. ഗുണ്ടകളെ വച്ച് അവരെ കൊല്ലാൻ വരെ ശ്രമിച്ചു എന്നാണ് ശ്രീവിദ്യ പറഞ്ഞിരുന്നത്. അങ്ങനെ അവർ സത്യസായി ബാബയുടെ ഒരു ഡിവോട്ടിയായി മാറി. അവർക്ക് അവരുടെ പ്രയാസങ്ങൾ മുഴുവൻ ഇറക്കി വയ്ക്കാൻ സത്യസായി ബാബ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവർ സമാധാനം കണ്ടെത്തി. മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടി സത്യസായി ബാബയുടെ മുന്നിൽ
എല്ലാം സമർപ്പിച്ചു. അവരേത് കാര്യം തുടങ്ങുമ്പോഴും യെസ് നോ എന്ന് പറഞ്ഞ് 2 തുണ്ട് ചുരുട്ടി സത്യസായി ബാബയുടെ മുന്നിലിരിക്കുന്ന ഒരു പാത്രത്തിലിട്ടിട്ട് കണ്ണടച്ചുകൊണ്ട് അതിൽ നിന്നൊരു തുണ്ടെടുക്കും. ആ എടുക്കുന്ന തുണ്ട് യെസ് ആണെങ്കിൽ അവർ ആ പ്രോജക്റ്റുമായിട്ട് സഹകരിക്കും, ഇല്ലെങ്കിൽ നോ എന്ന് കിട്ടുകയാണെങ്കിൽ അവർ ആ കാര്യങ്ങളിൽ സഹകരിക്കുകയില്ലായിരുന്നു. അത്രയ്ക്ക് അന്ധമായി സത്യസായി ബാബയെ വിശ്വസിച്ച, സ്നേഹിച്ച, ബഹുമാനിച്ച, പ്രാർത്ഥിച്ച ആളായിരുന്നു ശ്രീവിദ്യ. ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ എല്ലാം കൂടി 800ഓളം സിനിമകളിൽ ശ്രീവിദ്യ അഭിനയിച്ചു. ആദമിൻ്റെ ഭാര്യയില്ലെന്ന് പറഞ്ഞ KG ജോർജിൻ്റെ പടത്തിൽ അവർ മമ്മൂട്ടിയുടെ കാമുകനായിരുന്നു. പൂമൂപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിയുടെ ഭാര്യയായിരുന്നു. സാമ്രാജ്യം എന്ന് പറഞ്ഞ പടത്തിൽ മമ്മൂട്ടിയുടെ അമ്മയായിരുന്നു. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിയുടെ സഹോദരിയായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത്രയും ഒരു നടൻ്റെ കൂടെ ഇത്രയും വേഷങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് ഒരു ശ്രീവിദ്യയ്ക്ക് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. മധുവിൻ്റെയും ചന്ദ്രകുമാറിൻ്റെയും ഒക്കെ സ്ഥിരം നായികമാരിൽ ഒരാളായിരുന്നു ശ്രീവിദ്യ. പക്ഷേ ഒരു രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മധുസാറിൻ്റെയും ചന്ദ്രകുമാറിൻ്റെയും ചന്ദ്രകുമാറിൻ്റെയും അസോസിയേറ്റ് ആയിരുന്ന സത്യനന്ദിക്കാടിൻ്റെ ഒരൊറ്റ സിനിമയിൽ പോലും, അദ്ദേഹം അസോസിയേറ്റ് ആയിരുന്ന കാലത്ത് ഒരുപാട് സിനിമകളിൽ ശ്രീവിദ്യയ്ക്ക് ഡയലോഗ് പറഞ്ഞു കൊടുത്ത ആളാണെങ്കിൽ പോലും അദ്ദേഹം സംവിധായകനായ ഒറ്റ സിനിമയിൽ ശ്രീവിദ്യയെ അഭിനയിപ്പിച്ചിട്ടില്ല. മത്സരം എന്ന് പറഞ്ഞ കലാഭവൻ മണിയുടെ സിനിമയാണ് അവരവസാനമായി ചെയ്ത ചിത്രം. മരിക്കുന്നതിന് മുമ്പ് ചെയ്ത ചിത്രം ഇതായിരുന്നു, മത്സരമായിരുന്നു. വസുന്ധര മെഡിക്കൽസ്, ഓമനത്തിങ്കൽ പക്ഷി എന്ന് പറഞ്ഞ 2 പ്രശസ്തമായ 2 സീരിയലുകളിൽ അവർ അഭിനയിച്ചിരുന്നു. അമ്മ തമ്പുരാട്ടി എന്ന് പറഞ്ഞ ഒരു സീരിയലിൽ ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്യുന്ന അമ്മ തമ്പുരാട്ടിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് അസുഖം മൂർച്ഛിക്കുന്നതും ആ സീരിയൽ പാതി വഴിക്ക് നിർത്തി. ജീവിതം ഒരു ഗാനം എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീകുമാരൻ തമ്പി സാറാണല്ലോ സംവിധാനം. അതിൽ ത്രേസ്യ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു മധുസാറിൻ്റെ ജോഡിയായിട്ട്. ത്രേസ്യ അമ്മ ചാണകം വരുന്നൊരു സീനുണ്ട്. ശ്രീവിദ്യ പറഞ്ഞു, അയ്യോ ചാണകം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ക്ഷിപ്രകോപിയായ തമ്പി സാർ പറഞ്ഞു, ശ്രീവിദ്യ ചാണകം വരണ്ട, പക്ഷേ എൻ്റെ ക്യാരക്ടറായ ത്രേസ്യമ്മ ചാണകം വാരും എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് വാരിച്ചു. അത് വെച്ച് എന്തോ കുറച്ച് കാലം തമ്പി സാറുമായിട്ട് പിണക്കത്തിലായിരുന്നു. പിന്നെ ആരോടൊക്കെയോ അവർ പറഞ്ഞു, എനിക്ക് തോന്നുന്നു അസോസിയേറ്റ് ഡയറക്ടർ വാസനടക്കം ആരുടെയൊക്കെ പറഞ്ഞു, എനിക്ക് തമ്പി സാറിനോട് വിരോധമൊന്നുമില്ല, എന്നെ തമ്പി സാർ വിളിച്ചാൽ ഞാൻ ഇനിയും അഭിനയിക്കും. അവർക്ക് അത്രയേ ഉള്ളൂ, ആരോടും പകയില്ലാത്തൊരു സ്ത്രീയായിരുന്നു ശ്രീവിദ്യ. അങ്ങനെയാണ് അവരുടെ അവസാനത്തെ സീരിയൽ അമ്മ തമ്പുരാട്ടി, തമ്പി സാറിൻ്റെ സീരിയൽ. തമ്പി സാറും അതറിഞ്ഞപ്പോൾ വിഷമം തോന്നി അദ്ദേഹത്തിന്. അദ്ദേഹവും ആ പണക്കൊക്കെ വിട്ട് അഭിനയിപ്പിച്ചു. ആ ത്രേസ്യാമ്മയായിട്ട് അഭിനയിച്ചതിന് ജീവിത ഒരു ഗാനത്തിൽ ആ വേഷത്തിന് സംസ്ഥാന അവാർഡ് കിട്ടി. മികച്ച നടിക്കുള്ള അവാർഡ് ശ്രീവിദ്യക്ക് കിട്ടിയ വേഷമായിരുന്നു ജീവിത ഒരു ഗാനത്തിലെ ആ വേഷം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് കാര്യത്തിലായാലും യെസ് ഓർ നോ എന്നുള്ള സത്യസായി ബാബയോട് ചോദിക്കുന്ന ചോദ്യമായിരുന്നു അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. 1979 ഇടവേഴിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, ജീവിതം ഒരു ഗാനം, ഈ 2 സിനിമകൾക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ്, സംസ്ഥാന അവാർഡ് അവർക്ക് കിട്ടിയത്. 1983 രചന, 1992 ദൈവത്തിൻ്റെ വികൃതികൾ, 1985 ഇരകൾ എന്ന് പറഞ്ഞ സിനിമയിൽ KG ജോർജിൻ്റെ ഇരകളിൽ സെക്കൻഡ് ആക്ടറുടെ അവാർഡ് കിട്ടി. 1986 എന്നെന്നും കണ്ണേട്ടൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കും സെക്കൻഡ് ആക്ടറുടെ അവാർഡ് കിട്ടി. 2004 അവിചാരിതം എന്ന് പറഞ്ഞ സീരിയലിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് അവർക്ക് കിട്ടി. 1969 ചട്ടമ്പിക്കൽ കവലയിൽ അഭിനയം തുടങ്ങി അവർ 10 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അവാർഡ് കിട്ടി. അത് കഴിഞ്ഞ് 79 ആയപ്പോൾ ഇടവേഴിലെ പൂച്ച, മിണ്ടാപ്പൂച്ചയ്ക്കും ജീവിത ഒരു ഗാനത്തിനും അവാർഡ് കിട്ടി. അത് കഴിഞ്ഞ് 23-ാം വർഷമായപ്പോൾ വീണ്ടും അവാർഡ് കിട്ടി. അങ്ങനെ ഘട്ടം ഘട്ടമായി അവർ 3 മികച്ച നടിക്കുള്ള അവാർഡും 2 സഹനടിക്കുള്ള അവാർഡും 1 സീരിയൽ അവാർഡും അവർ നേടി. അയലത്ത് സുന്ദരി, ഒരു പൈങ്കിളി കഥ, നക്ഷത്ര താരാട്ട്, ഈ 3 സിനിമകളിലും ഒരു പാടി. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കരുതെന്ന് പറഞ്ഞ മനോഹരമായ പാട്ടാണ് പൈങ്കിളി കഥയിൽ. നിങ്ങൾ ഇപ്പോഴും അത് ഓർക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. 2006 ഞാനൊരു രോഗബാധിതയാണെന്ന് മറ്റുള്ളവരോട് പറയാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളായിരുന്നു. 2006 ഒക്ടോബർ 17-ാം തീയതി അവരെ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ആരെയും വിസിറ്റേഴ്സിനെ കാണാൻ അവർ അനുവദിച്ചില്ല. അങ്ങനെ ആശുപത്രി കിടക്കുമ്പോൾ അവരുടെ ആദ്യകാല നായകൻ, കാമുകൻ കമൽഹാസൻ അവരെ കാണാൻ വന്നു. കമൽഹാസനെ മാത്രമാണ് അവസാനമായി കറുത്ത് കരുവാളിച്ച് കിടക്കുന്ന ശ്രീവിദ്യ കാണാൻ അവസരം കൊടുത്തത്. എന്താണ് അവർ അടച്ചിട്ട മുറിക്കകത്ത് സംസാരിച്ചു, എന്താണ് പെരുമാറിയതെന്നൊന്നും ആർക്കും അറിയില്ല. എന്തായാലും പുറത്തേക്ക് ഇറങ്ങി വരുന്ന കമൽഹാസൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അതിൻ്റെ 2ാമത്തെ ദിവസം കേട്ടോ ഈ ലോകം വിട്ട് ശ്രീവിദ്യ പോവുകയും ചെയ്തു. പുത്തൻകോട്ട ബ്രാഹ്മണ ശ്മശാനത്തിലാണ് അവരടക്കിയത്. അത് അവരുടെ
2006 ഒക്ടോബർ 19 7:55 വൈകുന്നേരം 7:55 അവർ മരിക്കുന്നു. പിറ്റേ ദിവസം ബ്രാഹ്മണ ശ്മശാനത്തിൽ അടക്കി. ഇതിലൊരു വേറൊരു വിരോധാഭാസം പറയേണ്ടത്, ചട്ടമ്പി കവലയിൽ അവരുടെ നായകനായിരുന്ന സത്യൻ രക്താർബുദം ബാധിച്ചാണ് മരിച്ചത്. അതേ അസുഖം തന്നെ ആ നായികയ്ക്കും ഉണ്ടായി എന്നുള്ളത് യാദൃശ്യമാണ്. അംബാംബിക അംബാലിക, സൊല്ലത്താൻ നിലക്കിറയും, അപൂർവ രാഗങ്ങൾ, ചെണ്ട, ഉത്സവം, അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ചെണ്ടയിലെ സുമതിയാണ് അവർക്ക് എന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ഏതെന്ന് ചോദിച്ചാൽ അവർ പറയും ചെണ്ട എന്ന് പറഞ്ഞ സിനിമയിൽ സുമതി എന്നുള്ള ക്യാരക്ടറാണെന്ന് അവർ പറയും. പിന്നെ ഹൃദയം ഒരു ക്ഷേത്രം, പുതിയ വെളിച്ചം തുടങ്ങി, വേനലൊരു മഴ തുടങ്ങി ഒരുപാട് സിനിമകൾ, എന്നും നമ്മൾ ഓർക്കുന്ന ഒരുപാട് സിനിമകളിൽ നായിക വേഷം ചെയ്ത, അമ്മ വേഷം ചെയ്ത, ഏത് വേഷം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് മനസ്സ് കാട്ടിയിരുന്ന നല്ല മനസ്സിനുടമയായിരുന്നു ശ്രീവിദ്യ. ഈ ലോകം വിട്ടുപോയിട്ട് 15 വർഷമായി. ഇപ്പം 3 ദിവസമേ ഉള്ളൂ 15 വർഷമായിട്ട്. ആ അനശ്വര കലാകാരിക്ക് ഒരു പ്രണയവും സാക്ഷാത്കരിക്കാൻ പറ്റാതെ പോയ, നമ്മൾ താജ്മഹലിനെ കുറിച്ചൊക്കെയാണല്ലോ സംസാരിക്കാറ്, മുംതാസിനെ കുറിച്ചൊക്കെയാണല്ലോ സംസാരിക്കാറ്. അനശ്വരമായ പ്രേമം മനസ്സിൽ സൂക്ഷിക്കുകയും എന്നും പ്രേമഭാജനമായി ജീവിക്കുകയും അർഹതപ്പെട്ട ഒരു പ്രേമവും വിജയിക്കാതെ പോവുകയും ചെയ്ത ഹതഭാഗ്യയായ നടിയായിരുന്നു ശ്രീവിദ്യ. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.